അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ 2 ക്ലിപ്പുകൾ തമ്മിൽ കളർ മാച്ച് ചെയ്യാനായിട്ട്. വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് 2 ക്യാമറയിലെടുത്ത അല്ലെങ്കിൽ 2 സിറ്റുവേഷനിലെടുത്ത 2 വീഡിയോസിൻ്റെ ഈ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവാത്തത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും 2 കളർ ടോണിലുള്ള 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ കളർ മാച്ച് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് കളർ പേജിലോട്ട് പോവാം. ഒരു വീഡിയോ യെല്ലോയിഷ് ടോണിലും ഒന്ന് ബ്ലൂയിഷിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ബ്ലൂയിഷ് ആണ്. അപ്പോൾ നമുക്ക് ഈ യെല്ലോയിഷ് ആയിട്ട് കിടക്കുന്ന വീഡിയോ ഇതിന് മാച്ച് ആക്കാൻ നോക്കാം. അതിനായിട്ട് വളരെ സിമ്പിളാണ്. ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഏത് വീഡിയോയുടെ കളറാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലായിട്ട് കൊണ്ടുവരേണ്ടത് ആ ഒരു വീഡിയോയിൽ കൊണ്ടുപോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്ട് മാച്ച് ടു ദിസ് ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും 2 വീഡിയോസും ഏകദേശം മാച്ച് ആയിട്ടുണ്ടല്ലേ. ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടോ, ഈ വീഡിയോ ആയിട്ട് ഇത് നല്ല രീതിയിൽ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ 2 ക്ലിപ്പുകൾ തമ്മിൽ കളർ മാച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പക്ക 2ൻ്റെ ഒരേ കളറാക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ തന്നെയാണ് വെഡ്ഡിംഗ് വർക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ക്യാം വരുമ്പോൾ, അതായത് ക്യാൻഡിഡും ഫംഗ്ഷനും വേറെ ക്യാമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ലും 2 കളർ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ ചില ക്ലിപ്പുകളിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. അത് നമുക്ക് താഴെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 2ഉം ഒരേ കളറിൽ കൊണ്ടുവരാൻ പറ്റും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.